നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ ഗാന്ധി ബീഹാറിലെ അംബേദ്കർ ഹോസ്റ്റലിൽ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അതായത് ന്യായ് സംവാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം അവിടേക്ക് ചെല്ലുന്ന രാഹുൽ ഗാന്ധിനെ തടയാൻ വേണ്ടി നമ്മുടെ നിതീഷ് കുമാർ ജിയുടെ പോലീസുകാർ പെടുന്ന പെടാപ്പാടുകളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തിനാണ് തടയുന്നത്? അവിടുത്തെ പിള്ളേർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ജാതി അധിക്ഷേപങ്ങളും ഇതിനെപ്പറ്റി സംസാരിക്കും എന്ന് പേടിച്ചിട്ട്. അതായത് അവർക്ക് അവിടെ അനുഭവപ്പെടുന്ന കഷ്ടതകളും ബാക്കി കാര്യങ്ങളും പുറം ലോകം അറിയാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ നിതീഷ് കുമാർ ആണെങ്കിലും നമ്മുടെ ഡബിൾ എഞ്ചിൻ സർക്കാരായിട്ടുള്ള BJP, RJD ഒക്കെ ഇവരുടെ ഒക്കെ ഒരു ഉള്ളിലൊരു നയമുണ്ട്. എന്തൊക്കെ പുറത്ത് ഞങ്ങൾ ദളിതർക്ക് വേണ്ടി ഞങ്ങൾ അത് ചെയ്തു, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു, അവരുടെ ഉന്നമനത്തിന് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും BJPയുടെ ഒരു ബേസിക് സവർണ ചിന്താഗതി ഉണ്ട്. അതെല്ലായിടത്തും അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കും, അത് അവർ കാണിക്കുകയും ചെയ്യും. അപ്പം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റത്ത് വരെ ജനാധിപത്യം വരെ ഇല്ലാണ്ടാക്കാനും കശാപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അംബേദ്കർ ഹോസ്റ്റലിലെ പിള്ളേരുടെ കഷ്ടപ്പാടുകൾ രാഹുൽ ഗാന്ധിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇത് വിളിച്ച് പറയുന്ന എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും വിളിച്ച് പറയാറുള്ളത്. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എത്തി സംസാരിച്ച് സംവാദങ്ങളിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നന്നാക്കിയിട്ടാണ് പുള്ളി എല്ലാ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ പറയാറ്. അപ്പം അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസ്, നമ്മുടെ നിതീഷ് ജിയുടെ പോലീസ് അതിൽ കഷ്ടപ്പാട് പെട്ടതും. അതിന് തിരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞു, ഞാൻ അവിടെ പോയിരിക്കും. അങ്ങനെ ഒരു വലിയ സംഘർഷവും കാര്യങ്ങളൊക്കെ നടന്നു. മാക്സിമം പുള്ളിനെ പോലീസുകാർ തടഞ്ഞു. പക്ഷെ അവിടുത്തെ ആളുകളും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും പിന്നെ അവിടുത്തെ അല്ലാത്ത ഈ പറഞ്ഞ കോളേജിലെ ഈ പറഞ്ഞ ഹോസ്റ്റലിലെ പിള്ളേരും എല്ലാവരും കൂടെ നിന്ന് പുള്ളിനെ സ്റ്റേജിൽ എത്തിക്കുകയും ചെയ്തു. പുള്ളി അവിടെ സംസാരിക്കുകയും ചെയ്തു, ഫുള്ളെ മൂവി കാണുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിള്ളേരുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ഇരുന്നു, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പുള്ളി അവിടെ നിന്ന് വരുന്നത്. അപ്പം പുള്ളിയുടെ ആ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ ഒന്ന് കേട്ടു. मैं आपको गारंटी देता हूं, जैसे हिंदुस्तान में सरकार आएगी, जैसे ही बिहार में हमारी सरकार आएगी, हम ये सारा का सारा बदल देंगे और आपके लिए जो होना चाहिए वो करके दिखाएंगे। आप सबका बहुत बहुत धन्यवाद, नमस्कार, जय हिंद। जय भीम, जय भीम। जैसे मैं यहां आया हूं ना, रोक नहीं पाए, वैसे ही नहीं रोक पाएंगे। നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനത്തെ എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുള്ളി ലോകം ചുറ്റും നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടും മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ലോകം ചുറ്റും. അതിൻ്റെ അവസ്ഥ നമ്മൾ ഈ യുദ്ധം വന്നപ്പം കണ്ടു. ആരൊക്കെ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിന്നു എന്നുള്ളത് കണ്ടു. അപ്പോൾ പുള്ളിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ നയതന്ത്ര ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. വിശ്വഗുരു എന്നുള്ള പേര് മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ കുരു കുത്തി അവിടെ മുളപ്പിക്കാനും കൂടെ പറ്റണം. അത് നമ്മുടെ ഗുരുവിനും പറ്റിയിട്ടില്ല, നമ്മുടെ ഒരു നയതന്ത്ര ബന്ധത്തിനും ഈ കാര്യങ്ങൾ പറ്റിയിട്ടില്ല. നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ പേപ്പറിലും കാണിക്കുന്ന ഗോദി മീഡിയയിലും കാണിക്കുന്ന വെറും ഒരു മാലപ്പടക്കം മാത്രമാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ തീരും, അത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ അതല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പുള്ളി ഇറങ്ങാറില്ല. ഇനി ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് പോയാൽ വല്ല ഉദ്ഘാടനം ഉണ്ടെങ്കിൽ പുള്ളി പോകും. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് BJPയുടെ എല്ലാ സ്റ്റേജിലും പുള്ളി എത്തും. അവിടെ പോയിട്ട് എന്താ പറയുക, നമ്മുടെ കാക്കാമാർ കുട്ടികളുണ്ടാക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും കാക്കാമാർ ഹിന്ദുക്കളുടെ സ്ത്രീകളുടെ മംഗൾസൂത്ര എറിഞ്ഞു കളയുന്നു, കാക്കാമാർ എന്താ പറയുക മട്ടൻ കഴിക്കുന്നു, ബീഫ് കഴിക്കുന്നു, ഇങ്ങനത്തെ വർത്താനം പറയാൻ മാത്രമേ നമ്മുടെ വിശ്വഗുരു വാ തുറക്കാറുള്ളൂ. പിന്നെ പത്രസമ്മേളനം കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നടത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇടയിൽ ഫ്രണ്ടാന്ന് പറഞ്ഞ് വെള്ളം കുടിച്ച് ഇറങ്ങി പോണ അവസ്ഥയൊന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം, നമ്മൾ മുമ്പ് കണ്ടിട്ടുമുണ്ട്. അപ്പം നമ്മുടെ നാടിൻ്റെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ, ഈ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തള്ള് മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു പ്രോഗ്രാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോലീസായിട്ടും ഡബിൾ എഞ്ചിനാണെങ്കിലും സിംഗിൾ എഞ്ചിനാണെങ്കിൽ ഏത് എഞ്ചിൻ വന്നിട്ട് ഈ പാർട്ടിയുടെ പോഷക പാർട്ടിക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ മനസ്സിലായില്ലേ? രാജ്യത്തെ എന്തുകൊണ്ടാണ് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മനസ്സിലാവും. നമ്മുടെ ജാതി സെൻസസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള
അടിസ്ഥാന ജാതി എത്ര ഉണ്ട്, ഏതൊക്കെ ജാതിയിൽ ഇത്ര ആളുകളുണ്ട്, അവരുടെ മൊത്തം കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജിന് ഇന്ത്യയിലുള്ള പലതരം സംവരണങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് ഈ സംവരണം കിട്ടിയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പുറത്തോട്ട് വരും. അത് പുറത്തോട്ട് വരാണ്ടിരിക്കാനാണ് ഇപ്പം നമ്മുടെ BJP സർക്കാർ എങ്ങനെയെങ്കിലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും രാഹുൽ ഗാന്ധി അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇപ്പം ലാസ്റ്റ് എന്താണെങ്കിലും നമ്മുടെ മോദിജി സമ്മതിച്ചിട്ടുണ്ട് ജാതി സെൻസസ് എടുക്കാം. അത് ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മുൻകണ്ടിട്ടായിരിക്കാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് എപ്പോൾ എടുക്കും, എങ്ങനെ എടുക്കും, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ബെഞ്ച് മാർക്കുകൾ എന്തൊക്കെയാണെന്ന് എവിടെയും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ ജാതി സെൻസസിനോട് ഏറ്റവും കൂടുതൽ BJP ഭയക്കുന്നതും ജാതി സെൻസസിന് അതുകൊണ്ട് തന്നെയാണ്. BJP ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 11 വർഷം കൊണ്ട് BJP ഇന്ത്യയിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും മാറ്റങ്ങളും എത്രത്തോളം ജാതിപരമായിട്ടാണ്, ജാതിപരമായിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലേന്ന് ഈ സെൻസസ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പച്ചക്ക് പുറത്തോട്ട് വരും. അതോടുകൂടി BJPയുടെ സവർണ ചിന്താഗതി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ അതിനെ തടഞ്ഞുകൊണ്ടുള്ള അവസ്ഥയാണെങ്കിൽ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ വാ തുറക്കാൻ പറ്റുമോ? വാ തുറന്നു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയും പാകിസ്ഥാനിയും അതല്ലെങ്കിൽ മോദിജിനെ കുറ്റം പറഞ്ഞൊന്നും പറഞ്ഞിട്ട് അവനെ പിടിച്ച് ജയിലിലിട്ടുന്ന കാലമാണ്. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ പിന്നെ എന്താ ഉള്ളത്? വല്ലാത്തൊരു ജാതി.